അപ്പം ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതി. അപ്പം രേണുസുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ജോലി ചെയ്ത് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ വന്ന കാലത്ത് അവരവരുടേതായ രീതിയിൽ ജോലി ചെയ്ത് ആരുടെയും മുന്നിൽ പോയി അവർ ക്യാഷ് ഇതാ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളെ സഹായിക്കൂ എന്നൊന്നും പറഞ്ഞ് അവർ നിൽക്കുന്നില്ലല്ലോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ജോലി ചെയ്ത് അവരവരുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി. കിച്ചു ഒരുവിധം ആയപ്പോഴത്തേക്ക് അവൻ്റെ കാര്യം നോക്കിപ്പോയി. പിന്നെ ഋതപ്പൻ്റെ കാര്യം പറയണമെങ്കിൽ അവൻ്റെ കാര്യം നോക്കാനായാലും അവരുടെ ഫാമിലിയെ നോക്കാനായാലും ഒക്കെ ഈ പറയുന്ന കുറ്റം പറയുന്നവരാരും അവരെ സഹായിക്കാനോ എടുക്കാനോ ഒന്നും ചെല്ലുന്നില്ലല്ലോ. അപ്പോൾ അവർ സ്വയം അവരുടെ രീതിയിൽ ജോലി ചെയ്ത് അവർ കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഒരു ബഹുമാനം ഉണ്ടാകും. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ വന്ന കാലത്ത് സ്വന്തം പെറ്റമ്മ തന്നെ മക്കളെ കൊന്നുകളയുന്ന ഒരു കാലത്ത് അവർ മറ്റൊരു കല്യാണം പോലും കഴിക്കാതെ ഒന്നുമില്ലെങ്കിൽ അവരവരുടെ മോനെ നോക്കുന്നില്ലേ നല്ല രീതിയിൽ, അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം എനിക്ക് അവരോടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അവർക്കൊരു അസുഖം, അതായത് ക്യാൻസർ എന്ന മാരകമായ ഒരു വിപത്തിനോട് അവർ ഏറെക്കുറെ നാളായിട്ട് അവർ അതിജീവിച്ച് വരികയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അവരോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും ഇതെല്ലാം മറച്ചു വെക്കാനായിട്ടാണല്ലോ അവർ പൊരുതി ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ആരെയും അറിയിക്കാതെ ചിലപ്പോൾ അവരുടെ ചികിത്സാ ചെലവിനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കാം ചിലപ്പോൾ അവർ ആരോടൊന്നും പറയാതെ സ്വയം അധ്വാനിച്ച പൈസ കൊണ്ട് ചികിത്സാ ചെലവിനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഈ വക വീഡിയോസിനായാലും എല്ലാത്തിനും അവരെ പറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ അറിയാതെ നമ്മളൊക്കെ അവരെ ഒരുപാട് വിമർശിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരങ്ങനെയാണ് അവരിങ്ങനെ. പക്ഷെ അവരെക്കാളും കൂടുതൽ തെറ്റായ രീതിയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രം, കുടുംബം പോലും നോക്കാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരുപാട് ഒട്ടനവധി പേരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ അസുഖം എന്നൊക്കെ കേട്ടപ്പോഴേ എനിക്കും ഒരു സിമ്പതി അവരോടുണ്ടായിരുന്നു. നമുക്ക് പൊതുവെ എല്ലാവരോടും തോന്നുന്നു, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസുഖം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സിമ്പതി എല്ലാവരോടും കാണും. പക്ഷേ ഇപ്പം അടുത്തായിട്ട് 2-3 ദിവസമായിട്ട് വരുന്നൊരു ന്യൂസ് അവരുടെ കിച്ചുവിനെ കുറിച്ചാണ്. അപ്പോൾ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിയുള്ള ഒരു വീഡിയോസാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എന്തെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ സ്നേഹിക്കുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ ആയാലും അവർ വളർത്തി വലുതാക്കിയ ഒരു മോനല്ലേ, ആ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അവനെ ഭീഷണിപ്പെടുത്തി എടുക്കുകയൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരുവിധ ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ തെറ്റായൊരു ന്യായമാണ്. ഇന്ന് ഇപ്പോൾ കേൾക്കുന്നു അവർ കയറി തൂങ്ങിയെന്നൊക്കെ, എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും വയ്യാതെ കട്ടിലിൽ നിന്ന് പോലും എണീക്കാൻ വയ്യാതെ കിടക്കുന്ന, സ്റ്റേജിൽ കിടക്കുന്ന അവർ എണീറ്റ് ഫാനിൽ കെട്ടി തൂങ്ങിയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ വല്ലാത്തൊരവസ്ഥയാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ക്യാൻസറാണോ, ഒരു ചികിത്സ നടത്തുന്നുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ അതൊരു ഉഡായിപ്പാണോ, ആൾക്കാരുടെ സിമ്പതി പിടിച്ച് പറ്റാനാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഇപ്പോൾ ഉണ്ട്. ശരിക്കും ഞാൻ ആലോചിക്കുകയാണ്, ഇവർ ശരിക്കും കാണിച്ചു കൂട്ടുന്നത് എന്താണ്? അതൊക്കെ ശരിയായൊരു പരിപാടിയാണ്. ദൈവത്തിൽ നിരക്കാത്ത ഒരുപാട് പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവർ ചെയ്തത്. കാരണം ആൾക്കാരുടെ എല്ലാം സിമ്പതി ഒന്നും നേടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇനിയും അവരെന്ത് ചെയ്താലും സപ്പോർട്ട് നിൽക്കും എന്നൊരു തരത്തിലേക്കാണ് ഇപ്പോൾ. അപ്പം അതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.